എന്ത് മധുരിമയാണ്. അയാൾ ആ മക്കളെ വളർത്തുന്നത് കണ്ടോ, എന്തൊരു ചേലാണ്, എന്തൊരഴകാണ്. തൻ്റെ സഹധർമ്മിയോട് കാരുണ്യം കാണിക്കുന്നത് കണ്ടോ. ആ പെണ്ണ് തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് കണ്ടോ. അയാളുടെ അഭാവത്തിൽ അവൾ തൻ്റെ ചാരിത്രം സംരക്ഷിക്കുന്നത് കണ്ടോ. അവൾ വീടിനെ ഒതുക്കി കെട്ടുറപ്പുള്ളതാക്കുന്നത് കണ്ടോ. അവൾ തൻ്റെ മക്കളെ വളർത്തുന്നത് കണ്ടോ. നോക്കൂ, ഇങ്ങനെ കാണാനും അറിയാനും അനുഭവിക്കാനും ജീവിതത്തിൽ അത് മനസ്സിലാക്കാനും കഴിയുമാറ് നമ്മൾ നമ്മുടെ ഇബാദത്തുകൾക്ക് ചാരുത പകരണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിസ്കരിക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു ഈമാനിന്റെ തട്ടകമല്ല ഇബാദത്ത് എന്ന് പറയും. എല്ലാ ഇബാദത്തും അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സുജൂദുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്, ഏത്തിക്കാഫുകൾ ഇരുന്നിട്ടുണ്ട്, പള്ളിയിൽ പോയി ഒരുപാട് ഖിയാമുൽ ലൈലുകൾ നമസ്കരിച്ചിട്ടുണ്ട്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ മുഴുവൻ മനുഷ്യരും ശാന്തമായി ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഉണർന്നിരുന്ന് തൻ്റെ ഖൽബല്ലാഹുവുമായി ബന്ധിപ്പിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന് ആവശ്യം സൽവൃദ്ധരായ മനുഷ്യരെയാണ്. അങ്ങാടിയിൽ ചുറ്റിത്തിരിഞ്ഞ് പള്ളി